ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് ബേക്കിംഗ് പൗഡറോ ക്രീമോ മുട്ടയോ അതുപോലെ തന്നെ മൈദ, ബട്ടർ, തൈര്, മിൽക്ക് മെയ്ഡ് ഇവിടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഓവനും ആവശ്യമില്ല. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കേക്ക് തന്നെയാണ്. പിന്നെ ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദയും ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് നന്നായിട്ട് വടിച്ചിട്ട് ഗോതമ്പ് പൊടി എടുക്കാം. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡറാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരെന്നൊക്കെ പറയും. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തരിച്ചെടുത്തതിന് ശേഷം ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 4 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് പാല് പിരിഞ്ഞിട്ട് ചെറുതായിട്ട് പുളിപ്പ് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് പൊടിച്ച പഞ്ചസാരയാകുമ്പോൾ അതാവും ഏറ്റവും നന്നായിരിക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഓയിലാണ്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ റിഫൈൻഡ് ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്, നന്നായി വരില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നേരത്തെ തരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് മിക്സായി വരുന്ന സമയം കൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്യുന്ന സോസ് പാൻ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാറ്റർ റെഡിയായ ഉടനെ തന്നെ ഉൾഭാഗമൊക്കെ ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള സോസ് പാനിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു കേക്ക് ടിന്ന് വെച്ചിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിന് പകരമായിട്ട് നേരിട്ട് കുക്കറിലോ അല്ലെങ്കിൽ സോസ് പാനിലോ ഒഴിച്ചിട്ടും വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്, കേക്കിൻ്റെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റി പിടിക്കുന്നൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് തന്നെയാണ്, നല്ല സോഫ്റ്റ് ഉണ്ട്. ഇനി ഇതിലേക്കുള്ള ഗണാശ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് അതിൻ്റെ പകുതി അളവിൽ പാലൊഴിച്ചിട്ട് ഒന്ന് ഡബിൾ ബോയിൽ രീതിയിൽ മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ പാല് ചേർത്തത് കാരണം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ക്രീമില്ലാതെ ഗണാശ റെഡിയാക്കി എടുക്കാം കേട്ടോ, നല്ല കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലൈസിങ്ങിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗണാശ റെഡിയാക്കുന്ന കറക്റ്റ് രീതിയൊക്കെ മുമ്പ് ചോക്ലേറ്റ് കേക്ക് ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് പോയി നോക്കാം. പിന്നെ ഡാർക്ക് കോമ്പൗണ്ട് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഡയറി മിൽക്ക് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് അങ്ങനെ വനില എസൻസ് കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു കേക്ക് ലെയറായിട്ടൊന്നും കട്ട് ചെയ്ത് എടുക്കുന്നില്ല. അപ്പോൾ മുകൾ ഭാഗത്ത് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഉൾഭാഗത്തേക്കൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ക്രീം തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ മുകളിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ഈ ഒരു ക്രീം കുറച്ച് കട്ടിക്കാണ് ഉണ്ടാവേണ്ടത്. നല്ല ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാല് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. സാധാരണ ക്രീം വെച്ചിട്ടൊക്കെ ഗണാശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പകുതിയായിട്ടാണ് എടുക്കാറ്. അപ്പോൾ ക്രീം അത്യാവശ്യം കട്ടിയിലുള്ള ക്രീമാണല്ലോ ഉണ്ടാവുക. അപ്പോൾ പാല് കുറച്ച് ലൂസായത് കാരണം ക്രീമിൻ്റെ അത്ര തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു.